തരൂർ താരമായത് പറഞ്ഞ വാക്കുകളിലെ വസ്തുതയുടെ പേരിലാണ്. കോൺഗ്രസ് പ്രതിക്കൂട്ടിലായത് അതിൻ്റെ നേതൃത്വത്തിൻ്റെ തുടരുന്ന ചിന്താ പദ്ധതിയുടെ പരാജയം കൊണ്ടുമാണ്. തരൂരിന് പിന്തുണയേറുന്നു, മാത്രമല്ല കൂടുതൽ പ്രതിസന്ധികളും കോൺഗ്രസിന് മുന്നിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. UDF-ലെ ശക്തരായ മുസ്ലിം ലീഗും തരൂരിനെ തള്ളാതെ രംഗത്തെത്തുന്നു. KPCC പ്രസിഡന്റും ജനറൽ സെക്രട്ടറിക്കും സതീശൻ്റെയും MM ഹസൻ്റെയും നിലപാടല്ല. ഇത് പറയുന്നത് ശശി തരൂർ തന്നെയാണ്. അതായത് കോൺഗ്രസിൽ തരൂരിനെ അനുകൂലിക്കുന്നവരുടെയും സതീശനെ എതിർക്കുന്നവരുടെയും എണ്ണം കൂടുന്നു എന്ന് സാരം. നേരത്തെ സതീശൻ സൂചിപ്പിച്ചതുപോലെ ഊതിപ്പെരുപ്പിച്ച ബലൂൺ അല്ലെന്ന് കോൺഗ്രസിൻ്റെ ഉള്ളു പറയുന്നത് സതീശൻ കേൾക്കുന്നുണ്ടോ ആവോ. കുഞ്ഞാലിക്കുട്ടി ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ്. ലീഗിൻ്റെ കുറവ് കൊണ്ട് എവിടെയും UDF തോറ്റിട്ടില്ല. അതേ കരുത്ത് മറ്റുള്ളവർ കാട്ടുന്നുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസിന് നേരെയുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗിൻ്റെ കൃത്യമായ അമ്പാണ്. രാഷ്ട്രീയ ശത്രുത തീർക്കാൻ നാടിനെ ശത്രുതാക്കുന്നത് എന്തിന് എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യവും ഇവിടെ കൂടുതൽ പ്രസക്തമാകുന്നു. അതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസുമാണ്.